വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എയർ ജാക്കിയാണ്. ഏകദേശം ഒരു 100 കിലോ വെയിറ്റിന് താഴെയുള്ള വെയിറ്റൊക്കെ നമ്മൾ പൊക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മൈക്രോ ഡയഫ്രം ലിക്വിഡ് പമ്പാണ്. അപ്പോൾ അത് നമുക്ക് ലിക്വിഡ് വെള്ളവും പമ്പ് ചെയ്യാം, അതുപോലെ തന്നെ എയറിനും പമ്പ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് എയർ പമ്പ് ചെയ്തിട്ടാണ് ഇതിൽ സെറ്റാക്കാൻ പോകുന്നത്. പിന്നെ കൂടാതെ ഒരു ജ്യൂസിൻ്റെ ബോട്ടിലും അതുപോലെ തന്നെ സൈക്കിൾ പമ്പിൻ്റെ ഒരു കഷ്ണം പൈപ്പുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മൂടി നമ്മൾ തുളച്ചെടുത്തിട്ട് അതിൽ നമ്മുടെ ഈ സൈക്കിൾ പമ്പിൻ്റെ പൈപ്പ് നമ്മൾ അതിൽ പിന്നെ ഒരു എയർ ടൈറ്റിൽ, അത് കൂടുതൽ ഓള് അധികം വരാൻ പാടില്ല, ആ ടൈറ്റിൽ നമ്മുടെ പൈപ്പ് ഇറങ്ങിയിരിക്കണം. നമ്മുടെ ഈ ഡയഫ്രം പമ്പിൽ ഉള്ളോട്ട് ഒരു ഏരോ മാർക്ക് ഉണ്ട്, അത് എയർ വലിക്കുന്നതും അതേപോലെ ഏരോ മാർക്ക് മുന്നോട്ട് കാണിക്കുന്നത്, അത് എയർ മുന്നോട്ട് തള്ളുന്നതാണ്. അപ്പോൾ നമ്മൾ ജാക്കി പൊന്തേണ്ട സമയത്ത് മുന്നോട്ടുള്ളതും അതായത് ജാക്കി താത്തേണ്ട സമയത്ത് താഴോട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ അതേ രീതിയിലാണ് ആ കണക്ഷൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഏരോ മാർക്ക് ഉള്ളോട്ട് കാണാം. അത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ അതായത് നമ്മുടെ കുപ്പിയിലെ എയറിനെ സക്ക് ചെയ്യുകയാണ്, അതായത് എയർ മൊത്തം ഒഴിവാക്കുകയാണ്, എയർ വാക്വം ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ വാക്വം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസ് ഏത് സാധനം പൊക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് പിന്നെ ആ പൈപ്പ് മാറ്റിയിട്ട് നമ്മൾ ഏരോമാർക്ക് പുറത്തേക്കുള്ള ഏരോമാർക്കിലേക്ക് കണക്ഷൻ കൊടുക്കുക. അതേപോലെ നമ്മൾ പോസിറ്റീവ് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് 12 വോൾട്ട് സപ്ലൈ ആണ്. ഇതിന് നെഗറ്റീവ് ഇതിലും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നവുമില്ല, മാറിക്കഴിഞ്ഞാലും വർക്ക് ചെയ്യും. പക്ഷേ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് കൊടുക്കുന്നില്ല, കാരണം അതിൻ്റെ ഉള്ളിലെ ബ്രഷ് ഉണ്ട്, ആ ബ്രഷിൻ്റെ ഒരു ദിശയിൽ തന്നെ കറങ്ങുമ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം തേയ്മാനം ഉണ്ടാകും. ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തിരിയുമ്പോൾ നമുക്ക് ഇതിൽ തേയ്മാനങ്ങളൊക്കെ കൂടുകയുള്ളൂ. അപ്പോൾ ഒരു പൊസിഷനിൽ തന്നെ കറങ്ങുകയാണ് അത്രയും നല്ലത്, അതാണ്. അപ്പോൾ നമ്മൾ എയർ സക്ക് ചെയ്തിട്ട് ഫുള്ള് താന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മൂടിയൊക്കെ ഒന്നുകൂടി വലിച്ചിട്ട് നമ്മൾ നേരെ പരത്തിയെടുക്കണം ആദ്യം തന്നെ ഒന്ന്. പിന്നെ നമുക്കൊന്ന് കാണാം, ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇപ്പോൾ ആ ഒരു പൈപ്പിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ കുപ്പിയുടെ അത് ആദ്യത്തെ അതേ ആകൃതിയിലാകുന്നതും കാണാം. അപ്പോഴാണ് നമ്മുടെ ഏത് ഡിവൈസാണ് പൊക്കേണ്ടത് വെച്ചാൽ അതുപോലെ പൊക്കുകയും ചെയ്യാം. ഇതിൻ്റെ വർക്കൊക്കെ ഫുള്ള് പൂർത്തിയായിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു ടി വി സ്റ്റാൻഡാണ് പൊക്കി നോക്കുന്നത്. ഏകദേശം ഒരു 20 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടി വി സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നമ്മളിത് വെച്ച് കഴിഞ്ഞാലും അത് വീർത്ത് കഴിഞ്ഞാൽ തന്നെ എയർ ഫുള്ളായി കഴിഞ്ഞാലും അത് പൊന്തില്ല, കാരണം അതിനെക്കാട്ട് ഹൈറ്റ് കൂടുതലുണ്ട്. നമ്മൾ ചെറിയൊരു കട്ടി കൂടിയ ഒരു മൂടിയും പാടെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടോയ്സ് ഇവിടെ വെച്ച് എന്തിനാന്ന് എത്ര ഹൈറ്റ് പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും കാണാൻ ഉൾഭാഗത്തേക്ക്. അപ്പോൾ ആ ഒരു ഹൈറ്റ് പൊന്തിയതിന് ശേഷം നമ്മൾ ഈ ടോയ്സിൻ്റെ ഈ ക്യാബിന് ഫുള്ളായിട്ട് നമ്മൾ അതിനുള്ളിൽ കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എത്ര പൊന്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ സാധാ പറഞ്ഞ പോലെ തന്നെ ആ ക്ലിപ്പ് എയർ ഉള്ളിലേക്ക് പോകുന്ന എയർ മാർക്ക് വരുന്നതിൽ ആ പൊസിഷനിൽ നമ്മൾ പോയിന്റിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ എയർ മാർക്ക് പുറത്തേക്കുള്ള, അതായത് കുപ്പിയിലേക്ക് എയർ പോവുകയാണ് വേണ്ടത്. പിന്നെ നമുക്കിത് സ്വിച്ച് വെച്ചൊക്കെ ചെയ്യാം. ഞാൻ സ്വിച്ച് വെച്ചില്ല. ഈ കണക്ടറിലേക്ക് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്ത് അതിൽ പോസിറ്റീവിൻ്റെ നെഗറ്റീവിൻ്റെ ഈ വയറിൻ്റെ നമ്മൾ അതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ വയറിൻ്റെ നടുക്ക് വെച്ചിട്ട് ഏതെങ്കിലും പോർഷൻ കട്ട് ചെയ്തിട്ട് സ്വിച്ചിൻ്റെ കണക്ഷന് 2 പോയിൻറ്റിൽ അടിപൊളി കൊടുത്താൽ മതി. അപ്പോൾ തൽക്കാലം ഞാനൊരു ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു തന്നേ ഉള്ളൂ, സ്വിച്ചൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ സ്വിച്ചൊക്കെ വെച്ചിട്ട് ചെറിയ ബോക്സിലൊക്കെ ആക്കിയൊക്കെ ചെയ്യാം.
എയറൊക്കെ ഫുൾ ടൈറ്റ് പൊങ്ങി നമ്മുടെ വണ്ടിയിലൂടെ ലോഡ്. നമ്മൾ അന്ന് എയർ പൈപ്പ് ഒഴിവാക്കിയ ശേഷം ഇപ്പോൾ നമ്മുടെ ഫുള്ള് ലോഡും നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആ ഒരു ടോയ്സ് കാറിൻ്റെ മുകളിലാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടി ഇത് പൊക്കി നോക്കുകയാണ്. അതേപോലെ തന്നെ അതേ പോയിന്റ് തന്നെ കണക്ഷൻ കൊടുത്തിട്ട് പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ അതേപോലെ കൊടുത്തിട്ട് പൊക്കിയെടുക്കുകയാണ്. എയർ ജാക്കി ഫുള്ള് പൊങ്ങിയതിന് ശേഷം നമ്മുടെ ടോയ്സ് വെച്ച ആ ഒരു പോയിന്റിൽ നിന്ന് ടോയ്സ് ഒഴിവാക്കും. ടോയ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഫുള്ള് ലോഡ് എയർ ജാക്കിയിലായിരിക്കും. പിന്നെ ഈ എയർ ജാക്കി നമ്മൾ സപ്ലൈ ഒഴിവാക്കി കഴിഞ്ഞാലും നമ്മൾ എത്ര മണിക്കൂർ വേണമെങ്കിൽ നിൽക്കും. അതായത് നമ്മുടെ ഈ മൈക്രോ ഡയഫ്രം അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊരു എക്സ്ട്രാ വാൽവൊക്കെ ഉണ്ട്. ആ വാൽവ് ഉള്ളത് കൊണ്ട് നമ്മുടെ എയർ അങ്ങോട്ട് ഇടിച്ച് കഴിഞ്ഞാലും നമ്മൾ പൈപ്പ് ഊരിയാൽ മാത്രമേ ആ ഇത് താവുള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്ന് നേരെ താത്താൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ പൈപ്പ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് താവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ചെറിയൊരു വാൽവ് വെക്കുകയാണെങ്കിൽ വാൽവ് നല്ല ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എയർ പുറത്തേക്ക് പോകുന്നതിൽ വാൽവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ ഈ പൈപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് ഊരുന്ന സമയത്ത് താന്ന് നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മുടെ ഇത് ഫുള്ള് താന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിച്ചാൽ കിട്ടാത്ത വിധത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ഫുള്ളോട്ട് പോരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എയർ ഫുള്ളോട്ട് വലിയുന്ന വിധത്തിൽ, അതിൽ കുപ്പിയിൽ എയറിനെ സക്ക് ചെയ്യുന്ന വിധത്തിലുള്ള ആ പോയിന്റിലേക്ക് നമ്മൾ ഈ പൈപ്പിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കുപ്പിയിലെ മൊത്തം എയർ സക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി താവും. അപ്പം ഫ്രീ ആയിട്ട് നമുക്ക് ഇപ്പം വലിച്ചെടുക്കുന്നതായിരുന്നു കാണാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റുള്ള സോഫ സിറ്റിയാണ്. സോഫ സിറ്റിയുടെ ഹാൻഡിലെ 2 ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു കുപ്പി ഫുള്ളായിട്ട് നമ്മൾ സക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ കുപ്പിയുടെ പിന്നെ കനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ബ്ലേഡ് പോലെ കനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും രീതിയിൽ വെക്കാം. അപ്പോൾ നമ്മൾ 2 ഭാഗത്തേക്ക് ഒരു ഭാഗത്ത് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ മറ്റേ സോഫയാണ് നീക്കേണ്ടത് വെച്ചാൽ ആ ഒരു സോഫ ആ ഭാഗത്തേക്ക് നീങ്ങി കിട്ടും. അപ്പോൾ അത്രയും പവറാണ്. ഏകദേശം ഒരു കിൻഡിൽ വെയിറ്റൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഏകദേശം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സോഫ നീങ്ങുന്നത്. നമ്മൾ അത്യാവശ്യം തിന്ന് കൊടുക്കുന്നതനുസരിച്ച് വേറെ ഗ്യാപ്പിൽ വേറെ വെയിറ്റുള്ള സാധനം വെച്ച് കൊടുത്താൽ അത്രയും ദൂരത്തേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ എയർ ഒന്നുകൂടി സക്ക് ചെയ്തതിന് ശേഷം വെയിറ്റുള്ള സാധനം എവിടെയും ഗ്യാപ്പിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെയും ചെയ്താൽ പിന്നെയും മേശം അങ്ങനെ എത്ര വേണമെങ്കിലും നീക്കി നമുക്ക് ഉണ്ടാവാം. അത്രയും ഒരാൾക്ക് വെയിറ്റ് താങ്ങാൻ പറ്റാതാണെങ്കിൽ നമുക്ക് എന്തും നീക്കിയെടുക്കാൻ പറ്റും, കല്ലോ എന്ത് വേണമെങ്കിലും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സി യു.